രാവിലെ ജലപാനം കഴിക്കാതെയായിരുന്നു ആൾമാറാട്ടം. വല്ലാത്ത ക്ഷീണം. നിനക്ക് ക്ഷീണമില്ലേ? ഒരു കത്തി ഊരടാ. ആ ഗോതമ്പ് അവൻ എടുത്തേളാ. ഇനി ആ പൊതി കഴിച്ച് അവന്റെ രൂപ എത്ര ഉണ്ടോ നോക്ക്. നമ്മുടെ 5 ഒരു ചവിട്ട് മുഖത്ത് കനത്തൊരിടി മുൻവശത്തെ പല ഇളകിപ്പോയി. പുറവശത്തുള്ളതുകൊണ്ട് ജീവിച്ചോ. എന്തായാലും നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലോ പ്രേമ. ആദ്യം 200 തന്നിട്ടുണ്ട്, 200. ഓക്കെ, പോക്കോ മിസ്റ്റർ പ്രേംകുമാർ. ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. തിരിച്ചറിയുന്ന പലരെയും പലയിടത്തും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. 1 മാസമല്ലേ ടൗണിൽ കളി തുടങ്ങിയിട്ട്. ഇനി റിസ്കാ. ഞങ്ങൾ ഉടനെ സ്ഥലം വിടുവേ. അയ്യോ, അപ്പൊ ഞാന് തനിക്കിവിടെ ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ. ഞങ്ങള് സ്വതന്ത്രന്മാരാ. ഞങ്ങള് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് പറക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ. അയ്യോ, അവന്മാരെന്നെ പറ്റിച്ച് ഓടി വായോ. ആള് വരുന്നടാ. എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ. ഇതെന്താ സ്കൂളിൽ കിട്ടുന്ന ഉപ്പാവാണോ? അങ്ങനെ പറയരുത് സ്വാമി. ഇപ്പൊ തന്നെ 20 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു എണ്ണി കൊടുക്കണ പോലെ കൊടുത്തില്ലേ? ഇനിയും കൊടുക്കും. എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ? അങ്ങനെ ഒരു ജീവിതം നാം കാക്ഷിക്കുന്നില്ലല്ലോ. അതറിയാം. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റ് ആശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം വാങ്ങിച്ചൂടെ? എത്ര കാലം എന്ന് വെച്ചിട്ടാ സമയനിഷ്ഠയും വൃത്തിയില്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ? വിമാനം വേണേ 1-2 വാങ്ങിക്കാം. ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ. അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ? ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ? എനിക്ക് ബന്ധുക്കളും. ലൗകിക ജീവിത കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ? തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. നടപ്പിന് ലേശം വേഗത കൂട്ടുക. കാത്തിരിപ്പുണ്ടാവോ രോഗികള്? 1-2 ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പായി. പിന്നെ സംഗതി വിടും. ആ നേരത്ത് നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധം എന്തിന്? നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ ജീവിക്കാൻ ഒക്കുകയല്ല. പാവപ്പെട്ടവരുടെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നു. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അല്ല പിന്നെ എടാ, പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ചു പണം കൊണ്ടൊന്ന് ബ്ലേഡ് കമ്പനിയിലിട്ടു. അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും. എന്തോന്നാ തേക്ക്. 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യൗമാർ ഇറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. ആട് മാഞ്ചിയും തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെയല്ലേ? പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്ത് കുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ച് ഒരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിയും. കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മേ മതിലിടിഞ്ഞു വീഴും. ഉഗ്രം ഫാമിലി സബ്ജക്ട്. സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർഖൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിര താമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം. വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടനാ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല. പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാളെ പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമുകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്, അതിന് ഇയാള് പറ്റുമോന്ന്. ഹൈറ്റ് ഇല്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ടും സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ടു ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ ഇവിടെ? സാർ 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 ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ. സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം സാർ. വേണം ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ചങ്ങൾ മറിഞ്ഞു വീഴില്ലോ. ഒരു സെക്കൻഡ് ഒന്ന് നീട്ടിയാൽ. വേണ്ട വേണ്ട, കാക്കപിടുത്തവും കാലുപിടുത്തവും ഒന്നും വേണ്ട. അഭിനയിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിലാ വേഷം ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. നന്നായി വരട്ടെ. താങ്ക് യു. എന്റെ ദൈവങ്ങളാ സാറന്മാര്. ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല.
ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടിക്കളയും. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ ഇരിക്കും. അയ്യോ, മതി. സാറന്മാരുടെ പേരറിഞ്ഞാ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോം കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോപ്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാര വയ്ക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ സിപ്പി എന്നും ചോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ, ചിലപ്പോ അവസാനത്തേത്. അതെന്താ സാർ? താനൊക്കെ എല്ലായിടും അഭിനയിക്കുന്നത്. എന്താവും ഗതി ആർക്കറിയാം. നന്നാവും സാർ. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ബാലേട്ടൻ. ഗോപിയേട്ടനാ? അല്ല, ലാലേട്ടൻ, മോഹൻ ലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷോ 15 ലക്ഷം? ബ്ലഡി ഫൂൾ. മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്ക് എന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയാ പോരടെ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല. വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി മതി. സൗകര്യം ഒട്ടുമില്ല എന്ന് തന്നെ ഓ പറയാം. മതി മതി. സോറി, ഏത് ടൈപ്പ് ലൊക്കേഷനാണ് സാർ വേണ്ടത്? എല്ലാ ടൈപ്പും വേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് താൻ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാൻ സാർ. ഞങ്ങളുടെ ദോ ചോറോം കി കഹാനിക്ക് വേണ്ടി കുറെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. നായിക നസീമക്ക് ഇടാനായി. സീമയോ? സീമയല്ല, നസീമ. അതൊന്ന് വിൽക്കണം. സ്വർണ്ണക്കടയിൽ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല. അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള വല്ല സ്ത്രീകൾക്കും കൊടുത്താൽ അല്ലേ? അതെ അതെ അതെ. അല്ല, ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ സാർ? പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനൽ ഉപയോഗിക്കും. 19 കോടി മുടക്കുമ്പോ 1.5 ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട്. അവർക്കാവുമ്പോ ഈ ആഭരണ ഭ്രമവും ഒപ്പം പണം ഉള്ളതിന്റെ പേരില് വിറ്റാ വലിയ നഷ്ടമൊന്നും വരൂല. എങ്കിൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എനിക്ക് അവരാരെയും പരിചയമില്ല. ചെന്ന് പരിചയപ്പെടോ? അല്ല, അവിടെ സ്റ്റെൻഡ് പാർട്ടിപ്പെട്ട ഒരാളെ എനിക്ക് പരിചയമുണ്ട്. സാറന്മാര് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോ പക്ഷെ കാശില്ല, ബസ് കാശ് ഒന്നും ഇല്ലാണ്ട് ഞാൻ വെറുതെ ഞാൻ വരെ നടക്കണം. എന്തൊരു ചൂട്, ഭയങ്കര നാറ്റം. നമുക്ക് പുറത്തിരിക്കാം. അയ്യോ. ഒരു പന്ന പട്ടി പെറ്റ് കിടക്കുക. മോഹൻലാൽ എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ കൂടെ പുള്ളി ഒരു സീനിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അരിച്ച് പൊളിക്കാൻ കൈ കൊടുക്കും. നിങ്ങൾ തമ്മിൽ സ്റ്റണ്ട് ഉണ്ട്? കാണുമായിരിക്കും. സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി. പുതുമുഖം പ്രേമദത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആശുപത്രിയിൽ. അങ്ങനെ പത്രത്തിൽ വരും. പെട്ടെന്ന് പേരെടുക്കാം അല്ലേ? നോക്കട്ടെ. പിന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആഞ്ജനേയ രക്ഷിക്കണേ. പിന്നെ സൂപ്പറായിട്ട് അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ല. എല്ലാരും ഒതുക്കാവുന്നേ ഉള്ളൂ. ധർമ്മ, അവൻ വരുന്നു. സ്റ്റണ്ട് വരുന്നു. ഇതാണ് സാറുമാരെ ഞാൻ പറഞ്ഞ സ്റ്റണ്ട് പാർട്ടി, കുങ്ഫു ഫക്രുദ്ദീൻ. അസ്സലാം വലൈക്കും. സലാം വലൈക്കും. നടിമാരെ കണ്ട് സംസാരിച്ചോ? നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ഫക്രുദ്ദീൻ ബായിക്ക് ഒരു ആഗ്രഹമുണ്ട് സാറുമാരെ. എന്തായത്? അല്ല, ഫക്രുബായി ഇതുവരെ സ്റ്റണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു. നമ്മുടെ പടത്തിൽ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട് കാശൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ മതി. എന്റെ കഴിവ് കാണിക്കാൻ ഒരവസരം. തിന്നാനുള്ള അവസരമോ? അല്ല സാർ, അഭ്യാസം കാണിക്കാനുള്ള ഒരവസരം. മാഷാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ സ്റ്റണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. 1-2 ഐറ്റംസ് കാണിക്കൂ. ഇപ്പൊ കാണിക്കാം സാർ. പട്ടി
മതി മതി മതി. എന്റെ വയറിനിട്ടാ തൊഴിച്ച്. ധർമ്മ, തിരുമേനില്ലേ കാലത്തെ അമ്മാവനെങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട്? അല്ല അതിപ്പോ കുഞ്ഞീഷ അറിയാണ്ടാവൂലല്ലോ. അല്ലെങ്കിലും കുഞ്ഞീഷ അറിയാണ്ട ഒരു കാര്യം ചെയ്യണത് ശരിയല്ലല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് സുഖാവണം. അമേരിക്കന്നോ ഇംഗ്ലണ്ടിന്നോ എവിടെ നിന്നായാലും പെട്ടെന്ന് മരുന്ന് വരുത്തു തന്നെ. ഇത്തിരി ബന്ധപ്പെട്ടാണേലും തിരുമേനി പറഞ്ഞ പണം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തിരുമേനി പറഞ്ഞ പണം? ഉവ്വേ, 5 ലക്ഷേ. 2-3 തവണ വിമാനത്തില് അങ്ങനെ ഇങ്ങനെ വന്നു പോകേണ്ട കാര്യല്ലേ. ആ ആള് വന്നല്ലോ, ദാ പണം. പണോ? ഈ പണത്തിന്റെ കാര്യമൊക്കെ അമ്മ വീട്ടിലോട്ട് പൊയ്ക്കോളൂ. രോഗികൾ വരാൻ സമയമായി ധൃതിണ്ടേ. രോഗികൾ വന്നോട്ടെ, നമുക്ക് മരുന്ന് എന്നത്തേക്ക് കിട്ടും തിരുമേനി? അതെ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പം പണമല്ലല്ലോ പ്രശ്നം, സൂക്കരഭേദമാകാവുന്നുള്ളല്ലേ. ഉവ്വ്, അതെനിക്ക് മനസ്സിലായി. അമ്മാവനൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ അമേരിക്കയിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ഈ മരുന്ന് ഫാക്ടറിയിൽ എന്തോ സമരം ഉണ്ടെന്ന് കേട്ടിരുന്നു. സമരം തീരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. പണം ഞാൻ വന്ന് വാങ്ങിച്ചോളാം. കുഞ്ഞീഷ പയ്യന്തോറും എന്താ മോള്? ഇല്ല, ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. അമ്മാവൻ പണം ഭദ്രമായി വീട്ടിൽ കൊണ്ട് വെക്കൂ. അത് മതിയോ? മതി, ഞാനല്ലേ പറയുന്നത്. കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും പോലും ശക്തി എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. സംഘം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളനും വിശ്വാസവഞ്ചന ചെയ്യില്ല. പക്ഷെ താനത് ചെയ്തു. ഞാൻ അറിയാതെ അമ്മാവന്റെ 5 ലക്ഷവുമായി കടക്കാനായിരുന്നു എന്റെ പ്ലാൻ, അല്ലടോ? ചതി ചെയ്താൽ ജീവനോടെ താൻ തിരിച്ചു പോവില്ല. വരട്ടരുത്. ഈ ചാക്ക ഒത്തിരി കണ്ടവനാ, കൊണ്ടും കൊടുത്തും വളർന്നവനാ. ഇക്കാലം അത്രയും ക്രോസിനരച്ചും വിക്സ് അരച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ആ വട്ടുമണ്ണ് കുളത്തിലെറിഞ്ഞു. ഇനി ഞാൻ ക്ഷമിക്കില്ല. താൻ എന്നോട് പറഞ്ഞിരിക്കുന്ന തുക മുഴുവൻ എനിക്കിപ്പോ തരണം. ഇല്ലെങ്കിലുണ്ടല്ലോ, തന്റെ ക്രോസ്നാദി വടകത്തിന്റെയും ജലൂസ്നാദി ലേഖ്യത്തിന്റെയും കാര്യം ഞാൻ നാട്ടുകാരോട് പറയും. അവർ നിന്റെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. ആ പെണ്ണിന് നിന്റെ അനിയും കെട്ടും, നീ ഗോപിയും വരയ്ക്കും. അല്ല, എന്നാലും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു. എനിക്ക് എന്റെ ഇന്ദുവിനെ വേണം. അവളെ കിട്ടണമെങ്കിൽ തന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. എങ്കിൽ ആ പണം ഈ ചാക്കോ മേടിച്ചിരിക്കും കുഞ്ഞികൃഷ്ണ. അല്ല, അത് കൂലിയില്ലാത്ത ജോലി എനിക്ക് വേണ്ട. എക്സ്ക്യൂസ് മീ. യെസ് സർ. ഐ ഹാവ് സം പ്രഷ്യസ് ഡയമണ്ട്സ് വിത്ത് മീ. മലയാളിയാണെന്ന് തോന്നുന്നു. ഞാനും മലയാളിയാണ്. നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്നറിയാം. എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്. ഞാനത് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊപ്പറേറ്റർ മുറിയിലുണ്ട്. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സാർ. വരൂ സാർ. പ്ലീസ് കം. ബാല, നാരായണൻ നാരങ്ങ വിളി. ശരി സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർഗീസ്. ഗുഡ് മോർണിംഗ്. എന്നെ എങ്ങനെ അറിയാം? ഇവിടെ വരാറുണ്ടോ? ഇല്ല, പക്ഷേ താങ്കളെ അറിയാത്തവൻ മലയാളിയാണോ? കല്ലാട്ടുകുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്നു പേരുള്ള രത്നവ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിലും ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ അപ്പനെ അറിയോ? കല്ലാട്ടുളങ്ങരാണോ വീട്? അല്ല, മണ്ണാർക്കാട്ടാണ്. തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ? പഴയ നായർ തറവാട്. പൂവ്. ഞാൻ അവിടത്തെയാണ്. എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു. വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു. മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു. ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിസ്ഥിതി വന്നു ചേർന്നു. നോക്ക് നാരായണനാരെ, ബെൽജിയം കട്ടിംഗ് ആണ്. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. ബെൽജിയം കട്ടിങ്ങോ? ഇതോ? ബെൽജിയം കട്ടിംഗ് കണ്ട് പരിചയമില്ലായിരിക്കും. ഇത് തീരെ മാറ്റു കുറവാ. ബെൽജിയം ഒന്നും അല്ല ഇത്. ആണെന്ന് എനിക്കറിയാലോ, പക്ഷെ സാധാരണ ബെൽജിയം അല്ല. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. അങ്ങനെ ഒരു ഇനമുണ്ടോ?
അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2500 രൂപ കൊടുക്കാം. യു നോ നത്തിങ് അബൌട്ട് ഡയമണ്ട്സ്. ഒന്നിന് 500 രൂപ പോലും. മിസ്റ്റർ, ഒന്നിന് 70,000 വെച്ച് 5-ന് 3,50,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് JD30. JD30യെ പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളിൽ ഇരുത്താൻ പാടില്ല സാർ. ഗുഡ് ബൈ. അല്ല സാറേ, നോ, ഇയാളെന്റെ രത്നങ്ങളെ അപമാനിച്ചു, എന്നെ അപമാനിച്ചു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മുതലാളി JD30. നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ഒരു ഇനം ഉണ്ടായി കൂടുന്നുണ്ടോ? സ്റ്റോപ്പ് പ്ലീസ്. അമുറാബി, ഡയമണ്ട് സെക്ഷൻ പ്ലീസ്. അതാ അവിടെയാണ്. താങ്ക് യു. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? ഓ മൈ ഗാഡ്, ഇംഗ്ലീഷ് കേട്ട് മടുത്തിട്ടാ മലയാളിയുടെ കടയിൽ കയറി വന്നത്. ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. എന്താ? സോറി സർ. വീണ്ടും ഇംഗ്ലീഷ്. സോറി സർ. ആണ്ടത് പിന്നെ ഇംഗ്ലീഷ്. എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ പത്തനാപുരംകാരനാണ്, അമേരിക്കക്കാരനല്ല. അടുത്ത ആഴ്ച എന്റെ പെങ്ങളുടെ വിവാഹമാണ്. വില കൂടിയതും ഭംഗിയുള്ളതുമായ വളകൾ, മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയ്ക്ക് വടിവിഴിഞ്ഞ പോലെ നോക്കിക്കാതെ എടുത്തിങ്ങി നിരത്തിയാട്ടെ. ഇപ്പൊ എടുക്കാം സർ. നോക്കിയേട്ടെ സാർ. കല്ലുകളൊന്നും കൊള്ളുകയില്ല. എനിക്ക് വില കൂടിയ കല്ലുകളുണ്ടല്ലോ, കല്ല്, അത് പതിപ്പിച്ച ആഭരണങ്ങളാണ് വേണ്ടത്. ഇത് വിലയുള്ളതാണ് സാർ. എന്ന് വെച്ചാൽ എന്ത് വില വരും? അതൊന്നിന് 10,000, 15,000. 10,000, 15,000. മിസ്റ്റർ, ഈ വിലയുള്ള കല്ലുകളാണ് എന്റെ പശുക്കളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുക്കുന്നത് മണിയായിട്ട് കിളുങ്ങാൻ. 10,000, 15,000. എന്റെ സുഹൃത്തെ, ഞാൻ ഉദ്ദേശിച്ചത് 1.5 ലക്ഷം രൂപ വിലയുള്ള രത്നങ്ങളാണ്. ബെൽജിയം കട്ടിങ്ങുണ്ടോ? JD30 ഉണ്ടോ? അത് ഇല്ല അല്ലേ? നിങ്ങളുടെ മുതലാളിയെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂട്ടിന്ന് പറഞ്ഞോളാം. വെറുതെ ജുവലറി ഷോപ്പ് എന്ന് പറഞ്ഞ ആളെ വടിയാക്കരുത്. കഷ്ടം. JD30 ഇല്ല അത്രേ. എവിടെ നിങ്ങളുടെ മുതലാളി? മുതലാളി അകത്തുണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് അകത്തായോ? ക്ഷമിക്കണം സാർ, എന്ത് ചെയ്യാൻ? വിവരദോഷികളായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ ശാപം. ഇയാൾക്ക് അറിഞ്ഞുകൂടാ. JD30 പറ്റി കേട്ടിട്ടേ ഇല്ല പോലും. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. എനിക്ക് എന്തായാലും ബെൽജിയം കട്ടിങ് JD30 കിട്ടിയേ പറ്റൂ. ഞാൻ ഒരു കല്ലിന് 1 ലക്ഷം രൂപ വരെ തരാം. ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തന്നാലും കൊള്ളാം. 5-10 ഡയമണ്ട്സ് വേണേ ഞാൻ എടുക്കാം. അഡ്വാൻസ്. ഒരാഴ്ചക്കകം എനിക്ക് സാധനം കിട്ടണം. അഡ്വാൻസ് വാങ്ങിയിട്ട് എന്ത് കാര്യം? കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞില്ലേ? ഭാഗ്യമോ? തട്ടിക്കളഞ്ഞെന്നോ? അല്ല, ഒരാഴ്ചക്കകം JD30 സംഘടിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ. ശ്രമിച്ചു നോക്കൂ. ഞാൻ എന്റെ കാർഡ് തരാം. കിട്ടുമോന്ന് വിളിച്ചു പറഞ്ഞേക്കൂ. അമുറാബി, ഇറങ്ങി പോകളവാ. ഡയമണ്ട്സിന്റെ മാസ്റ്റർ ആണത്രേ. 70,000 അയാള് തന്നേനെ. 1 ലക്ഷത്തിന് ഇയാൾക്ക് വിറ്റിരുന്നേലേ. 5 കല്ലിന് 1.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇങ്ങ് പോന്നേനെ. ദ്രോഹി, പോണോ എന്റെ മുമ്പിൽ നിന്ന്? മുതലാളി, എടോ പോകാൻ. മേ കം ഇൻ സർ? യെസ് കം ഇൻ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ് കം ഇൻ. സോറി, ഞാൻ എന്റെ കണ്ണെടുക്കാൻ മറന്നു. സാർ ഒരു മിനിറ്റ്. നോ, ഞാൻ ഇപ്പൊ തന്നെ ഡയമണ്ട്സ്. നോ ഡയമണ്ട്സ്. ഞാനത് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ നല്ല വില തരാം. ഇല്ല മിസ്റ്റർ, വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സാർ പ്ലീസ് സാർ ഒന്ന് നിൽക്കണേ സാർ പ്ലീസ്. സാർ നോ നോ. ആ നാരായണൻ നായർ ഒരു കഴുതയാ. അതെ അതെ, അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം സാർ. 50,000 തരാം സാർ. നടപ്പില്ല. 60, സാധ്യല്ല. 70. 75 ആലോചിക്കാം. അതിച്ചിരി എങ്കിലാണ് വിട്. ഏറ്റു ഏറ്റു. ഇനിയെങ്കിലും വിവരമുള്ളവരെ ജോലിക്ക് നിർത്താൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഇനിയും ബെൽജിയം കട്ടിംഗ് JD30 കയ്യിൽ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കാം. അന്തോണിച്ചൻ മകൻ വർഗീസ്. താങ്ക് യു. ഇതിനിടയിലെ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്നിട്ടും നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടില്ലേ? അപ്പൊ പേരിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നമ്മൾ ഇനിയും കാണും. എടോ, തന്നെ പോലല്ല. ഞാൻ ആ പൂഞ്ഞിത്തറ കപ്പേളയിൽ കത്തിക്കാൻ ആഴ്ചക്കാഴ്ചക്ക് മെഴുകുതിരി പാഴ്സൽ അയക്കുന്നത് ചുമ്മാതല്ല. കർത്താവ് എന്നെ കൈവിടുകയല്ല. ആ കർത്തായെ വിളിയിടൂ. കർത്താവോ? കർത്താവല്ല, കർത്ത. 48373883.
ഹലോ 4837-383 അല്ലേ? മിസ്റ്റർ കർത്തായിക്കൊന്ന് കൊടുക്കൂ. അതെ, കർത്ത. 4837-383 തന്നെ അല്ലേ? മിസ്റ്റർ കർത്തായുടെ വീടല്ലേ? മുതലാളി, കർത്തായുടെ നമ്പർ അല്ലെന്ന്. എന്ത്? കർത്തായുടെ നമ്പർ അല്ലെന്നോ? ഹലോ ഹലോ 4837-383 അല്ലേ? മിസ്റ്റർ കർത്തായ്ക്ക് ഇത് കൊടുക്കൂ. ചതിച്ചോ കർത്താവേ? ആര് പറഞ്ഞടോ ഇന്ത്യയിൽ സോഷ്യലിസം വരത്തില്ലെന്ന്? സ്ഥിതി സമത്വമാണല്ലോ സോഷ്യലിസം. ഇതുപോലെ സമാസമം പങ്കുവയ്ക്കാൻ എല്ലാവരും തയ്യാറാവണം. അപ്പൊ സോഷ്യലിസവും വരും, കമ്മ്യൂണിസവും വരും. പരസ്പരമുള്ള സ്നേഹം വളരും. വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാജ്യം നന്നാവും. പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കണം. എന്റെ ബുദ്ധി, നിന്റെ ധൈര്യം. മദുരാശി മാത്രമല്ല, ഡൽഹി, കൽക്കട്ട, ബോംബെ എന്നീ പട്ടണങ്ങളെല്ലാം നമ്മൾ പിടിച്ചടക്കുവിടാ. നോട്ടൊക്കെ എടുത്തു. നീ എന്നെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോയില്ലല്ലോ. അതെന്താ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം? ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്കിന്നൊരു കലക്ക് കലക്കണോടാ. വേഷം മാറി നീ വേഗം റെഡിയാകുക. ഉച്ചയൂണെന്ന് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലാക്കാം. ഓ വിഗ് വിഗ്. ചന്ദ്രിക വന്നു, മാത്രം കണ്ടില്ലല്ലോ.